സ്നോപിയേഴ്സർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഈ പാർട്ട് കാണുന്നതിന് മുന്നേ ഉറപ്പായും ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കണം, എന്നാൽ മാത്രമേ കഥ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ന്യൂ ഇയർ കഴിഞ്ഞതുകൊണ്ടുള്ള ഒരു മുട്ട വന്ന് കൊടുക്കുന്നതും കേർട്ടിസിന് അതിൽ നിന്നും ബ്ലഡ് എന്നുള്ള കുറിപ്പ് കിട്ടുന്നതോടെ ചാറാപ്പറ വെടിവെക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഗർഭിണിയായ ടീച്ചറാണെങ്കിൽ ആൻഡ്രൂവിനെയൊക്കെ വെടിവെച്ചങ്ങ് കൊന്നുകളയുന്നുണ്ട്. മറ്റേ പുറകിലുള്ള മുട്ട അവരുടെ കെട്ടിയിട്ട ഗാർഡ്സിനെയും രക്ഷിക്കുന്നു. ഇവിടെ ടീച്ചറാണെങ്കിൽ വാമ്പൻ വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒളിച്ചിരിക്കുന്ന കേർട്ടിസ് അവന്റെ കൂട്ടത്തിലെ ഏറ്റവും ഫൈറ്റ് അറിയാവുന്ന ഒരുത്തനോട് എന്തോ കാണിക്കുകയും അവനവളെ കത്തി വെച്ചങ്ങ് കൊന്നുകളയുകയും ചെയ്യും. ശേഷം മേസൺ ഗണ്ണെടുക്കുന്നത് കണ്ട് അവളെ അങ്ങ് പീഡിച്ചങ്ങ് വെച്ചതും അപ്പൊ തന്നെ ടിവിയിൽ പുറകിലുള്ള CCTV ഓണായി എന്തോ കാണിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോ അവരുടെ ലീഡറായ ഗിലിയമിനെ പുറകിൽ നിന്നും കൊന്നിരിക്കുകയാണ്. അതോടെ പുറകിലുള്ളവരൊക്കെ മരിച്ചെന്ന് മനസ്സിലാവുകയും കേർട്ടിസിന് ഗിലിയമിനെ കൊന്നതോർത്ത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മേസനെ അങ്ങ് കൊന്ന് കളയുകയാണ്. ശേഷം ഇനി എന്തു വന്നാലും നേരിടുമെന്ന് ഉറപ്പിച്ച് കരുതിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും അവര് ഒരുപാട് പണക്കാരുടെ ഇടയിലൂടെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ സമയം പുറകിലുള്ള ഒരു ഗാർഡ് എന്തിനോ വേണ്ടി നോക്കി നിൽക്കുകയാണ്. കാരണം ട്രെയിൻ ഇപ്പോ ഒരു വളവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ട്രെയിൻ വളയുന്നത് കൊണ്ട് തന്നെ പുറകിലെ വിൻഡോയിലൂടെ അയാള് സ്കോപ്പ് ഇട്ട് കേർട്ടിസിനെയും സ്പോട്ട് ചെയ്തതും ചാറവറ വെടിവെക്കാൻ തുടങ്ങുകയും ഇതുകൊണ്ട് കേർട്ടിസും തിരിച്ചടിക്കുമെങ്കിലും ആർക്കും പരസ്പരം കൊള്ളുന്നില്ല. കാരണം അത്രയും ലോങ് ആയതുകൊണ്ട് അത് ട്രെയിനിന് കൊണ്ട് വെറുതെ വേസ്റ്റ് ആവുകയാണ്. ഇതോടെ ഒരു കാര്യമില്ലാന്ന് അവസാനം അയാൾക്ക് തന്നെ മനസ്സിലാവുകയും ഗാർഡ് വേഗം തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അയാളാണ് പോയി കേർട്ടിസുള്ള ബോഗി തുറക്കുകയും അത് സ്റ്റീം ബാത്ത് ചെയ്യുന്ന ബോഗി ആയതുകൊണ്ട് അയാള് വളരെ സൂക്ഷിച്ച് കേർട്ടിസിനെ നോക്കി നടക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ അയാൾക്ക് സംശയം തോന്നുന്ന മുറിയിലേക്കൊക്കെ വെടിവെച്ചതും അതിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന പണക്കാരൻ മരിച്ചു വീഴുന്നു. ഇതുകൊണ്ട് മറ്റേ ഗാർഡ് അവരെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് ആകെ ചൂടാകുമ്പോൾ അവനെയും അയാൾ തട്ടിക്കളയുന്നു. ശേഷം അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് വന്ന് നോക്കിയതും കേർട്ടിസിന്റെ കൂടെയുള്ള അടിക്കാരൻ പുറകിലുള്ള ഗാർഡിനെ അങ്ങ് തട്ടുകയും മറ്റവനെ നേരെ കാത്തിയും എറിഞ്ഞങ്ങ് വിടുകയും ചെയ്യുന്നു. അതോടെ ആ സമയം തന്നെ കേർട്ടിസും തോക്കും എടുത്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആ ഗാർഡും കേർട്ടിസിന്റെ കൂടെയുള്ളവനും ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് കേർട്ടിസിന് വെടിവെക്കാൻ പറ്റുന്നില്ല. ഇതിനിടെയാണെങ്കിൽ അവരെ കുറച്ച് മാറി ഫൈറ്റ് ചെയ്തതും ഗാർഡ് അവനെയും ഇടിച്ചിടുകയും അവിടെയുള്ള ഒരു ഗണ്ണെടുത്ത് കേർട്ടിസിനെയും വെടിവെക്കാൻ നോക്കുമ്പോൾ കേർട്ടിസ് ഒളിച്ചു കളയുമെങ്കിലും കേർട്ടിസിന് കൈക്ക് വെടികൊള്ളുന്നു. ഇതോടെ ഗാർഡ് കേർട്ടിസിനെ തീർക്കാനായി മുന്നോട്ട് വരാൻ പോയതും പുറകിൽ നിന്ന് ടാനിയ വരികയും അവളെ പിടിച്ച് വയറിനിട്ട് പൊട്ടിക്കുകയും ചെയ്യും. ഇതോടെ അപ്പോഴേക്ക് കേർട്ടിസ് എത്തി അയാളെ ഇടിച്ച് പൊളിക്കാൻ തുടങ്ങുകയാണ്. എങ്കിലും അയാളെ എത്രയൊക്കെ ഇടിച്ചിട്ടും അയാൾ തിരിച്ചു മേടിക്കുകയും കേർട്ടിസിനെ ചവിട്ടുമ്പോൾ അവന്റെ ബോധം അങ്ങ് പോകുന്നു. അതിനാൽ തന്നെ അയാള് പുറത്തുള്ള കത്തി വലിച്ചൂരിയ ശേഷം കേർട്ടിസിനെ കുത്താൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്ക് നമ്മുടെ ഫൈറ്റർ കായ്വെച്ച് കേർട്ടിസിനെ രക്ഷപ്പെടുത്തി കളയും. ഇതോടെ ഗാർഡ് ഫൈറ്ററിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫൈറ്റർ ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെയും കത്തിയേറ്റി കൊന്നുകളയുകയും വേറെ ആരെങ്കിലും അവിടെ ഒളിച്ചിരിക്കുന്നെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടെ നാംഗുങ്ങുള്ള മുറി തുറക്കുകയും അയാളും അവനും തമ്മിൽ വാമ്പൻ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ഫൈറ്റ് ചെയ്യുന്നതോടിരിക്കുന്നതിനിടെ നാംഗുങ്ങിന്റെ മകൾ അയാളെ കൊല്ലാൻ നോക്കിയതും നാംഗുങ് അവളുടെ കയ്യിൽ നിന്നും കത്തി തട്ടി മാറ്റുകയാണ്. ഈ സമയം തന്നെ ആ കത്തി കേർട്ടിസ് എടുത്തുകൊണ്ട് അവനെ കുത്തി അങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ ഇപ്പോ ആകെ ബാക്കിയുള്ളത് കേർട്ടിസും നാംഗുങ്ങും അവന്റെ മകളുമാണ്. എന്നാൽ ഇതിനിടെയാണ് വെടിയേറ്റിരിക്കുന്ന ടാനിയ മരിക്കാൻ കിടക്കുന്നത് അവര് കാണുന്നത്. ഈ സമയം കേർട്ടിസ് ഇതുകൊണ്ട് ഒന്നും പറയാനാവാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എന്റെ ടിമി മോനെന്ന് ടാനിയ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഞാൻ അവനെ കണ്ടുപിടിച്ച് സേഫ് ആക്കുമെന്ന് വാക്ക് കൊടുത്തതും അവൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കേർട്ടിസ് വീണ്ടും ബോഗിയുടെ മുന്നോട്ടേക്ക് നടന്ന് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവസാനത്തെ ബോഗിയിലേക്ക് എത്തും മുന്നേ ഒരു പാർട്ടി നടക്കുന്ന ബോഗിയിലൂടെ കടന്നു പോവുകയും അങ്ങനെ അതോടെ കഴിഞ്ഞതോടെ എഞ്ചിനുള്ള ബോഗിയിലേക്ക് എത്തിച്ചേർന്നതും വിൽഫോർഡുള്ള ആ ബോഗി കാണുകയാണ്. ഇതോടെ അവിടെ എത്തിയത് കൊണ്ട് തന്നെ നാംഗുങ് ബാക്കിയുള്ള ക്രോണോടുകൂടെ കേർട്ടിസിന്റെ അടുത്ത് ചോദിച്ചതും അവനത് മൊത്തത്തിൽ എറിഞ്ഞ് കൊടുത്തുകൊണ്ട് എടാ വിൽഫോർഡെ ഡോറ് തുറക്കെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഇടിക്കുകയാണ്. എന്നാൽ ഇത് കണ്ടിട്ടാണ് നാംഗുങ് അവനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചതും അവര് തമ്മിൽ ഇടിയുണ്ടാവുകയും നാംഗുങ് അവനെ എങ്ങനെയൊക്കെയോ അവിടെ ഇടിച്ചിരുത്തിയ ശേഷം ഒരു സിഗരറ്റ് എറിഞ്ഞെടുക്കുകയും അയാൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ സിഗരറ്റ്, അത് വലിക്കാനുള്ള ഭാഗ്യം നിനക്കാണ്, അതുകൊണ്ട് നീ വലി എന്ന് അയാൾ പറഞ്ഞതും കേർട്ടിസ് അതെടുത്ത് വലിക്കുകയും അവൻ സങ്കടത്തോടെ അവന്റെ കഥ പറയാനും തുടങ്ങുന്നു. ഞങ്ങളൊക്കെ ഈ ട്രെയിനിലേക്ക് ഓടിക്കേറിയത് പുറത്തു നിന്ന് ഐസായി മരിക്കാൻ പേടിയായതുകൊണ്ടാണ്. പക്ഷെ ഇതിൽ കയറിയപ്പോ നരകതുല്യമായ ജീവിതമായിരുന്നു. കാരണം ആദ്യമൊന്നും ഞങ്ങൾക്ക് ഫുഡോ വെള്ളമോ തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശന്നപ്പോ നരഭൂജിയായി മാറിയ ഒരു കൂട്ടം മനുഷ്യരെ തന്നെ കൊന്നു തിന്നാൻ നോക്കും. അന്ന് ഞങ്ങൾ കഴിച്ചത് ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ടും വിശപ്പ് അടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങള് അവളുടെ കുഞ്ഞിനെയും തിന്നാൻ നോക്കിയപ്പോ അങ്ങോട്ടേക്ക് ഗിലിയം എന്ന് പറയുന്ന ഒരാള് കടന്നു വന്നുകൊണ്ട് അയാളുടെ കൈയും കാലും ഞങ്ങൾക്ക് കഴിക്കാനായി വെട്ടിത്തന്നു. പിന്നെ അന്ന് ആ തിന്ന കൂട്ടത്തിലെ മെയിൻ ആള് ഞാനാണെന്ന്
കേർട്ടിസ് കരഞ്ഞുകൊണ്ട് പറയുകയും ഞാനാണ് എന്നെ സ്വന്തം ചേട്ടനെ പോലെ കണ്ട എഡ്ഗറിന്റെ അമ്മയെ കൊന്നു നിന്നതെന്നും അവൻ പറയുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് നാംഗൂങ് ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോൾ കേർട്ടിസ് വീണ്ടും സംസാരിക്കുകയും 18 കൊല്ലമായി ഞാൻ ഈ എഞ്ചിൻ സെക്ഷനിലേക്ക് എത്താൻ നോക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആ ഗേറ്റ് ഇപ്പൊ എനിക്ക് തുറന്ന് തരണമെന്നും ഉറപ്പിച്ച് പറയുന്നത് കേട്ട് എടാ വിൽഫോർഡുള്ള ഈ വാതിൽ തുറന്ന ചിലപ്പോ നമ്മൾ രണ്ടുപേരും മരിച്ചു പോകും. കാരണം ഈ ഡോറിന് എന്ത് സെക്യൂരിറ്റി സിസ്റ്റമാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. പിന്നെ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ ക്രോണോള് മൊത്തത്തിൽ വലിച്ചു കയറ്റാനാണ് നിന്റെ ഇതൊക്കെ മേടിച്ചതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ ക്രോണോള് സത്യത്തിൽ വലിയ എക്സ്പ്ലോസീവ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡോറ് തകർത്ത് രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ എന്തിന് പുറത്തു പോയി ഐസാവാനോന്ന് കേർട്ടിസ് ചോദിക്കുകയാണ്. എടാ സത്യത്തിൽ ഞാൻ ഈ ട്രെയിനിൽ കാലങ്ങളായി ഉണ്ട്, അതിനാൽ തന്നെ ജയിലിൽ പോകുന്നതിന് മുന്നേ ഈ ഭൂമി എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ വന്നു നോക്കുമ്പോൾ മഞ്ഞ് ഒരുപാട് കുറവുണ്ട്. കൂടാതെ ആ ഗാർഡ് നമുക്കിട്ട് വെടിവെച്ചപ്പോ ഉള്ളിലേക്ക് മഞ്ഞ് കടന്നായിരുന്നു. പക്ഷേ ആദ്യത്തെ പോലെ ആ മഞ്ഞിനിപ്പോ ശക്തിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ഭൂമിയിൽ ജീവിക്കാനാവുമെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് ക്രോണോള് ഉരുട്ടി ഒരു ബോംബാക്കുകയും അതിന്റെ മേലെ ഒരു തിരിവെച്ച് ഡോറിന്റെ മേലെ സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിൽഫോർഡിന്റെ ഡോർ തുറന്ന് ഒരു പെണ്ണിറങ്ങി വരികയും നാംഗൂങ്ങിനെ വെടിവെച്ചിട്ട ശേഷം കേർട്ടിസിനെ ഗൺ പോയിന്റിൽ നിർത്തുകയും അവനെ വിൽഫോർഡുള്ള ബോഗിയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവൻ വിൽഫോർഡിനെ കണ്ടതും അയാള് അവനോട് വാടാ മോനെന്ന് പറഞ്ഞ് വിളിക്കുകയും നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നും പറയുന്നു. എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയുകയും നിർബന്ധിച്ച് അയാളുടെ ഒപ്പം ഭക്ഷണം കഴിപ്പിക്കാൻ ഇരുത്തിയ ശേഷം അയാൾ ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് കേർട്ടിസിനാണെങ്കിൽ ദേഷ്യം വരികയും അവൻ ഓരോന്നായി പറയാൻ തുടങ്ങുകയും ചെയ്യും. നീ കാരണം എത്രയോ പാവപ്പെട്ടവർ പട്ടിണി കടന്നു, എത്രയോ പേരെ നീ കൊന്നും കളഞ്ഞു, അതുകൊണ്ട് നീ വലിയൊരു ക്രൂരനാണെന്ന് പറയുമ്പോ അയ്യോ നീ എന്നെ മാത്രം കുറ്റം പറയല്ലേ, കാരണം ഞാനും ഗിലിയമും ഇത് ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്, അതുകൊണ്ട് നീ അവനോടുകൂടെ ചോദിക്കും, അയ്യോ അതിന് അവൻ ജീവനോടെ ഇല്ലല്ലേ എന്നൂടെ പറഞ്ഞതും നിങ്ങൾ എന്തായി പറയുന്നേ, നിങ്ങളും ഗിലിയവും തമ്മിൽ എന്താ ബന്ധമെന്ന് കൂടെ ചോദിച്ചതും എടാ നിനക്കറിയാലോ ഇതൊരു ഭൂമിയൊന്നുമല്ല, ചെറിയൊരു ട്രെയിനാണ്, അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരും കുറച്ച് ഭക്ഷണവും മാത്രമേ ഉള്ളൂ, കൂടാതെ വർഷാവർഷമാണെങ്കിൽ മനുഷ്യന്റെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല, അപ്പോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സാധ്യമായ കാര്യമല്ല, അതിനാൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്റെ എണ്ണം കുറയ്ക്കുക എന്നതാണ്, അതിന് ഒറ്റയടിക്ക് വന്ന് നിങ്ങളെയൊക്കെ അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറിക്കഴിയും, അതിനാൽ തന്നെ ഗിലിയമാണ് ഈ പുറകിലുള്ളവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള ചിന്താഗതി ഉണ്ടാക്കി കൊല്ലാനുള്ള പ്ലാൻ ഇട്ടത്. കൂടാതെ ഇത് ഇന്നും ഇന്നലെ നടക്കുന്ന കാര്യമൊന്നുമല്ല, വർഷാവർഷങ്ങളായി നിങ്ങളിങ്ങനെ മുന്നോട്ട് വരാൻ ശ്രമിച്ച് എത്രയോ പേര് മരിച്ചു പോകാറുണ്ട്, ഇതൊക്കെ ആളെ കുറക്കാനുള്ള ഓരോ ഗിലിയമിന്റെയും എന്റെയും പ്ലാൻ ആണെന്ന് അയാൾ പറയുമ്പോൾ കേർട്ടിസിന് ഇതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം ഗിലിയം അങ്ങനെ ചെയ്യുമെന്ന് അവന് ഒരിക്കലും തോന്നുന്നില്ല. എന്നാൽ അയാളത് ഒന്നുകൂടെ ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വിച്ച് നോക്കുമ്പോൾ ഒരു ഫോണ് പുറത്തേക്ക് വരുന്ന സാധനം കാണിച്ചു കൊടുക്കുകയും ഞാനും ഗിലിയമും ഡെയിലി രാത്രി ഇതിൽ വിളിച്ച് പ്ലാൻ ചെയ്യുമായിരുന്നു എന്നും പറയുന്നു. ഇതോടെ കേർട്ടിസിന് വിശ്വാസമായിരിക്കുകയാണ്. കാരണം ഇതേ സെയിം സാധനം ഗിലിയം കിടക്കുന്നതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഗിലിയം പറഞ്ഞതുകൂടെ അവൻ ഓർക്കുന്നത്. എന്തെന്ന് വെച്ചാൽ വിൽഫോർഡിനെ എന്നാണാവോ നീ നേരിൽ കാണുന്നത് അന്നവനെ ഒരു അക്ഷരം പോലും സംസാരിക്കാൻ വിടാതെ കൊന്നുകളയണമെന്നുള്ളത്. കാരണം ഇതെല്ലാം കേർട്ടിസ് കേൾക്കാതിരിക്കാനാണ് ഗിലിയം ആദ്യമേ അങ്ങനെ പറഞ്ഞു വെച്ചത്. ശേഷം അയാള് വീണ്ടും പറയാൻ തുടങ്ങുകയും ഈ വർഷം ഗിലിയം പ്ലാൻ ചെയ്തിരുന്നത് നിങ്ങളെല്ലാവരെയും വാട്ടർ സപ്ലൈ ബോഗി വരെ എത്തിച്ച് ആ ടണലിൽ കയറുമ്പോൾ എല്ലാവരെയും ഇരുട്ടത്ത് കൊന്നുകളയാമെന്നായിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നീ ഫ്രണ്ടിലേക്ക് എത്തി, അതോടെ ഗിലിയമിന്റെ പ്ലാൻ അവിടെ പാളി, അതുകൊണ്ടാണ് അവനെ തട്ടിക്കളഞ്ഞത് എന്നും പറയുകയാണ്. ശേഷം ഗിലിയമിനെ വിളിക്കുന്ന ആ ഫോൺ എടുത്ത് പുറകിലേക്ക് വിളിച്ചതും മറ്റേ മൊട്ടത്തല ഫോൺ എടുക്കുകയും ഇതോടെ ബാക്കിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും ജീവനുണ്ടെന്ന് കേർട്ടിസിന് മനസ്സിലാവുകയും ചെയ്യും. കാരണം 18ാം വർഷം ആഘോഷിക്കാൻ വേണ്ടി 18 പേരെ മാത്രം ബാക്കിൽ ബാക്കി വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ കൊല്ലാൻ വിൽഫോർഡ് പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ മൊട്ട സന്തോഷത്തോടെ ഒരുപാട് പേരെ പുറകിൽ നിന്നും തട്ടുകയാണ്. എന്നാൽ ഇത് ഫോണിൽ കൂടെ കേർട്ടിസ് കേട്ടിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ അയ്യോ ഒരുപാടങ്ങ് ദേഷ്യപ്പെടല്ലേ, കാരണം നീയും മനുഷ്യനെ കൊന്നു നിന്ന് വളർന്നവനാണ്, പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോ ഒരുപാട് വയസ്സായി, അതിനാൽ എന്റെ കാലശേഷം ആരെങ്കിലും ഈ ട്രെയിൻ നോക്കണം, അതിന് ഗിലിയം പറഞ്ഞ പേരാണ് കേർട്ടിസ് എന്ന്, അതുകൊണ്ട് നിന്നെ ഇവിടെ എത്തിക്കാനാണ് ഞങ്ങൾ എല്ലാ പ്ലാനും ചെയ്തു കൂട്ടിയത്, കൂടാതെ നീ തിരിച്ചു പോയിട്ടും വലിയ കാര്യമില്ല, കാരണം നിന്റെ ആൾക്കാരെയൊക്കെ ഏകദേശം മരിച്ചു കഴിഞ്ഞു, അതിനാൽ നീ ട്രെയിന് നോക്കി മുന്നോട്ട് വന്ന് നോക്ക്, അടുത്ത വിൽഫോർഡ് നീയാണെന്നും പറയുന്നത് കേട്ട് കേർട്ടിസ് ആകെ തളർന്നുപോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയം വെടിയേറ്റ് കിടക്കുന്ന നാംഗൂങ്ങിനെ കണ്ട് മകൾ യോന കരയുകയാണ്. എന്നാൽ അപ്പോഴാണ് തൊട്ടടുത്തുള്ള പാർട്ടി ബോഗിയിൽ നിന്നും നാംഗൂങ്ങിനെ ഇടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുവാണ്. കാരണം നാംഗൂങ് അവരുടെ കയ്യിലുള്ള ക്രോണോള് മോഷ്ടിച്ചായിരുന്നു, അതിനാണ് അവർ ഇവനെ ഇടിക്കാൻ വരുന്നത്. ഇത് കണ്ട് നാംഗൂങ് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരു കമ്പിയൊക്കെ വെച്ച് അവരെ തടുത്ത് പിടിച്ചു നിൽക്കുന്നതിനിടെ യോനയ്ക്ക് കേർട്ടിസിരിക്കുന്ന എഞ്ചിൻ റൂമിലേക്ക് കയറാൻ എങ്ങനെയാണ് വയറ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവൾ
അതുപോലെ ചെയ്ത് അത് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ നാംഗൂങ് ആ എഞ്ചിൻ റൂം തുറക്കാൻ പറയാൻ കാരണം നാംഗൂങ് വെച്ച ക്രോണോള് പൊട്ടിക്കണേ തീപ്പെട്ടി വേണം. അത് കേർട്ടിസിന്റെ അടുത്താണ് ഉള്ളത്. അതിനാണ് അവനത് തുറക്കാൻ പറയുന്നത്. എന്നാൽ ഇതിനിടെ നേരത്തെ നാംഗൂങ്ങും കേർട്ടിസും ചേർന്ന് കുത്തിക്കൊന്ന മറ്റേ ഗാർഡ് വീണ്ടും മരിക്കാതെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഇത് കണ്ട് നാംഗൂങ് അവനെയും എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ യോന ഡോറ് തുറന്ന് തീപ്പെട്ടിക്ക് വേണ്ടി കേർട്ടിസിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. എന്നാൽ അപ്പോഴാണ് ഫ്ലോറിന്റെ താഴെ ആരോ ഇരിക്കുന്നതായി അവൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവളൊരു ഫോർക്ക് എടുത്ത് അവിടെ കുത്തുന്നത് കണ്ട് കേർട്ടിസും കൂടെ കൂടി അത് തുറന്ന് നോക്കിയതും ടിം അതിന്റെ ഉള്ളിൽ കടന്ന് എന്തോ ചെയ്യുകയാണ്. ഇതോടെ അത് എന്താണെന്ന് വിൽഫോർഡ് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൽക്കില്ല. പക്ഷെ എഞ്ചിന്റെ പാർട്സിന്റെ അടിയിൽ ട്രാക്കിലൂടെ ഇത് ഓടുന്നത് കൊണ്ട് ഒരുപാട് കല്ലുകളൊക്കെ വന്ന് കൊടുക്കും. അപ്പോ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് കറക്റ്റ് 5 വയസ്സിന് താഴെ ഇത്ര നീളമുള്ള പിള്ളേരെ ഞങ്ങൾ അളന്നെടുത്ത് കൊണ്ടുവരുന്നതെന്നും കൂടെ പറഞ്ഞതും കേർട്ടിസിന് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുകയും വിൽഫോർഡിനെ ഇടിച്ചിടിച്ച് താഴെ ഇട്ട് കളയുകയും ചെയ്യുന്നു. ശേഷം ടിമ്മിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഇടത്തെ കൈ ആ എഞ്ചിനിലേക്ക് ഇട്ട് അത് ബ്ലോക്ക് ചെയ്യുകയും ഈ സമയം തന്നെ നീ ആ ഡോറ് പൊളിക്കെന്നും പറഞ്ഞ് യോനക്ക് തീപ്പെട്ടി എടുത്ത് പറഞ്ഞേക്കുന്നു. അങ്ങനെ അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോറിന്റെ അടുത്തേക്ക് പോയി ബോംബിന് തീ കൊടുത്തിരിക്കുകയാണ്. ആ സമയം തന്നെ നാംഗൂങ് മറ്റവനെ തീർത്ത് കളയുകയും കേർട്ടിസ് എഞ്ചിനിൽ നിന്നും രക്ഷിച്ച് അവന്റെ കൈ വലിച്ച് എടുക്കുമ്പോൾ കൈ മുറിഞ്ഞു പോവുകയും ചെയ്യും. ഇതേ സമയം തന്നെ ബോംബാണെങ്കിൽ പൊട്ടാൻ പോവുകയാണ്. അതിനാൽ തന്നെ യോനയും ടിമ്മും ഒരുമിച്ച് അവിടെ നിൽക്കുന്നു. ഓടാനാണെങ്കിൽ സമയമില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നാംഗൂങ്ങും കേർട്ടിസും അവരെ കെട്ടിപ്പിടിക്കുകയും അപ്പം തന്നെ വലിയ പൊട്ടിത്തെറി നടക്കുകയും ചെയ്യും. ഇതോടെ തൊട്ടടുത്തുണ്ടായിരുന്ന മല മൊത്തം ഇടിഞ്ഞു വരാൻ തുടങ്ങുകയാണ്. അതിനാൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബാക്കി ബോഗിയുടെ മേലേക്ക് മല വന്ന് വീഴുകയും തകർന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോ എഞ്ചിൻ മാത്രം പൊട്ടാതെ ബാക്കി മൊത്തം പൊടിഞ്ഞ് ട്രെയിൻ ട്രാക്കിൽ നിന്നൊക്കെ വിട്ട് ഓട്ടം നിന്നതും ട്രെയിനിൽ ആകെ ജീവനോടെയുള്ള ടിമ്മും യോനയും എഴുന്നേൽക്കുകയും യോന അവളുടെ അച്ഛൻ മരിച്ചത് കണ്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഒരുപാട് സമയം വിളിക്കുമെങ്കിലും അയാൾ എഴുന്നേൽക്കുന്നില്ല. അതിനാൽ തന്നെ ഒടുവിൽ അവൾക്ക് കാര്യം മനസ്സിലാവുകയും നാംഗൂങ് അവർക്ക് രണ്ടുപേർക്കും ഇടാൻ വെച്ച ജാക്കറ്റ് വെച്ച് യോനയും ടിമ്മും ആദ്യമായി ഭൂമിയിലേക്ക് കാലുകുത്തുകയും ചെയ്യും. അവര് ട്രെയിനിൽ ജനിച്ചു വളർന്നവരാണ്. അതിനാൽ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളെ പറ്റിയോ ജീവിത ശൈലിയെ പറ്റിയോ ഒന്നും അറിയത്തില്ല. അപ്പൊ തന്നെ അവരാണെങ്കിൽ ഒരു കരടിയും കാണുകയും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഭൂമി വീണ്ടും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞുവെന്നും അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തുക. 2013 40 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ $86 മില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ.